നിലവിൽ വെറും ഫോട്ടോസിന് മാത്രം കിട്ടിയ എമൗണ്ട് ആണ്, അതായത് $7.15, അതായത് ഏകദേശം ഇന്ത്യയുടെ 600 സംതിങ്ങിന്റെ അടുത്തോളായി. അതായത് നമ്മൾക്ക് ഓരോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അത് അപ്ലോഡ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഏർണിങ്സ് ഇൻക്രീസ് ആക്കാൻ പറ്റും, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിലവിൽ ഫേസ്ബുക്ക് തന്നെ നമ്മളത് സഹായിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഗ്രോത്ത് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് മെയിനായിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിലവിൽ ഫേസ്ബുക്ക് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഉദാഹരണ സഹിതം ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് പോസ്റ്ററിന്റെ ഈ ഭാഗത്താണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടൊമാറ്റോ തക്കാളിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഓക്കെ, ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടിപ്സ് അവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഫോട്ടോ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ടിപ്പ്. അതായത് ഫേസ്ബുക്ക് നമ്മളോട് പറയുന്ന ടിപ്പ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഇതിൽ കൂടി ഫോട്ടോയിൽ കൂടി ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്പർ 1 ആണ്, ഒന്നാമത്തതാണ് ആഡ് സം ഡീറ്റെയിൽസ്. ചില ആൾക്കാർ കാണും ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഷെയർ ചെയ്ത്, ഒന്നും ഇവിടെ ടൈറ്റിൽ ഉണ്ടാവില്ല, ഹാഷ്ടാഗും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ നിങ്ങൾ ടൈറ്റിലായിട്ട് ആദ്യം തന്നെ മുകൾ ഭാഗത്ത് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഞാനിപ്പം കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് തക്കാളിയാണ്, നിലവിൽ തക്കാളിക്ക് നല്ല വിലയാണല്ലോ. അപ്പോൾ തക്കാളിയുടെ വില ഞാനൊരു ടൈറ്റിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തക്കാളിയുടെ വില കുതിച്ചു വരികയാണ്. ഞാനത് ടൈറ്റിൽ ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഫോളോവേഴ്സിനോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് വില. അപ്പൊ കൂടുതലും ആൾക്കാർ അവരുടെ നാട്ടിലെ വില അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താവും, നമുക്ക് കമന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫോട്ടോക്ക് റീച്ച് കൂടാനുള്ള സാധ്യത കൂടും. ഓക്കെ, നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പാണ്, ഇവിടെ നമ്മൾ ടൈറ്റിൽ ഇടുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ ഗ്രീൻ ടിക്ക് ഈ ടിക്ക് ഇവിടെ ഒരു ബ്ലാങ്കിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ആ ടൈറ്റിൽ വെച്ച് കൊടുത്തോടെ അത് പച്ചയായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടിക്ക് നോക്കുമ്പോഴത്തേക്ക് യു ആർ യൂസിങ് ഫേവർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ യുവർ പോസ്റ്റ്. അതായത് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ മലയാളം എഴുതുമ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് വരുന്നുണ്ട്. പിന്നെ യു ആർ യൂസിങ് എ മൊബൈൽ ഫ്രണ്ട്ലി ആസ്പെക്ട് റേഷ്യോ. നമ്മൾ സാധാ നോർമൽ ഫോണിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മൂന്നാമത്തതും ടിക്കാണ്. നാലാമത്തത് നോക്കുമ്പോഴത്തേക്ക് യുവർ ഫോട്ടോ റെസൊല്യൂഷൻ മീറ്റ് ദ മിനിമം റിക്വയർമെന്റ്. അതായത് നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ആയിരിക്കണം. അതും നമുക്ക് നാലാമത്തേലും ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അഞ്ചാമതാണ് ആഡ് എ ലൊക്കേഷൻ ടു മേക്ക് യുവർ കണ്ടന്റ് ഈസിയർ ടു ഫൈൻഡ്. നമ്മൾ ലൊക്കേഷൻ, പല ആൾക്കാരും ഈ ലൊക്കേഷൻ ഇടാറില്ല. ലൊക്കേഷൻ ഇടുമ്പോഴൊക്കെ നമുക്കത് നല്ല രീതിയിൽ നമുക്ക് റീച്ച് കൂടാനുള്ള സാധ്യത കൂടും. ആ ലൊക്കേഷൻ ഭാഗത്ത് മൊത്തത്തിൽ നമ്മളുടെ ഈ കണ്ടന്റ് റെക്കമെൻഡ് ചെയ്യും ഫേസ്ബുക്ക്. അതിനാണ് നമ്മളോട് ലൊക്കേഷൻ ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും നമ്മൾ കേരളത്തിന്റെ അകത്ത് ഉള്ളവരാകുമ്പോൾ കേരള എന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി കേരളത്തിൽ മൊത്തത്തിലായിട്ട് നമുക്ക് ഈ പോസ്റ്റ് റെക്കമെൻഡ് ആവും. അപ്പൊ ഞാനൊരു സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മൊത്തത്തിൽ അത് ലൊക്കേഷൻ ഇടുമ്പോൾ കേരള ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ അഞ്ചാമത്തത് യൂസ് 5 or ഫേവർ ഹാഷ്ടാഗ് ഫോർ ബെറ്റർ റീച്ച്. അഞ്ചാമത്തേല് നമ്മൾ ഒരു 5 ഹാഷ്ടാഗ് അതിൽ വെച്ചു കൊടുക്കണം. അങ്ങനെ 5 ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം വരുന്ന ടിപ്പാണ് ഷെയർ യുവർ പോസ്റ്റ് ടു യുവർ സ്റ്റോറി. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ പോസ്റ്റിലേക്കും അതായത് നമ്മുടെ സ്റ്റോറിയിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7ാമത്തെ ടിപ്പ് കാണിക്കുന്നത്. ലാസ്റ്റത്തതാണ് മേക്ക് യുവർ പോസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് വിത്ത് എ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ പോസ്റ്റിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വേണം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ടല്ല. അപ്പോൾ അതിനാന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ നിങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണോ ഫോട്ടോ എടുക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത്രയും ടിപ്പ് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു 3 ടിപ്സ് ആണ്. ഒന്നാമത്, പബ്ലിക് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. അതായത് ഇതൊക്കെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇത്
ഈ തക്കാളിക്ക് വില കുതിച്ചു കയറുന്നു. അതൊരു സോഷ്യൽ ഇഷ്യൂ, എല്ലാ പബ്ലിക്കും അതിൽ ഇടപെടും. ഓക്കെ, അതെല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ വഴിയോരത്ത് കാണുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, അത് ഫേസ്ബുക്കിന്റെ പോളിസിക്ക് എതിരല്ലാത്ത രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട്, ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും പബ്ലിക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അതൊരു ഫോട്ടോ ആക്കിയിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫണ്ണി ആയാലും ശരി, എന്തായാലും ശരി, ഇങ്ങനെ പബ്ലിക് ഏറ്റെടുക്കുന്ന രീതിയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റേതായ രീതിയിലൊരു സജഷൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈറ്റിൽ ഇടുമ്പോൾ പബ്ലിക്കിന് ഫോളോവേഴ്സിന് നമ്മൾക്ക് കമന്റ് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതെങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന് കമന്റ് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോക്ക് റീച്ച് കൂടുതൽ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്റേതായാലും ടിപ്പാണ്, കമന്റ് എന്തായാലും ശരി, ലൈക്ക് ഇടുന്നവരായാലും ശരി, കമന്റ് ഇടുന്നവരായാലും ശരി, നിങ്ങളും അതേപോലെ തന്നെ തിരിച്ച് കമന്റ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്കും ലൈക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ എൻഗേജ്ഡ് ആവും. നിങ്ങളുടെ ഫോട്ടോയിൽ കൂടുതൽ എൻഗേജ് കൂടുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായി നമ്മളെ ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഫോട്ടോ റീച്ച് ആവും. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് ഈ കാണുന്ന $7 എന്നല്ല, ഞാൻ $83 വരെ വെറും ഒരു മാസത്തിൽ $100 അടുത്തല്ല ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ എനിക്ക് ടൈമില്ല അതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിൽ കമന്റ് വരുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. ഇതിന്റെ എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിന്റെ ടിപ്പ് കൂടാതെ ഞാൻ പറഞ്ഞ ടിപ്സും കൂടി നിങ്ങൾ കണ്ടിന്യൂ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏർണിങ്സ് മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.